ഹായ്, എൻ്റെ പേര് ദേവനന്ദ. ഞാൻ നീറ്റ് 2020 എഴുതി. എനിക്ക് അപ്പോ റാങ്ക് കിട്ടിയത് 1169 ആണ്. അപ്പൊ നമുക്ക് നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങും. ബയോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിലത്തെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ആക്ച്വലി കണ്ടൻസേഷൻ ആണ്. ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സ് 11th 12th പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് നല്ല തെറോ ആയി വരും. ഇതിൽ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് പഴയ NCERT അനുസരിച്ച്. അപ്പൊ അതും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോ ഞാൻ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിപ്പിക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം ഏതൊക്കെയോ എത്രയൊക്കെയോ ലിവിങ് ഓർഗാനിസംസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞുതരും. പിന്നെ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ ആയ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിലത്തെ മെയിൻ കിങ്ഡംസ് ആണ് നമ്മൾ ആദ്യം നോക്കുക. മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. പിന്നെ അവസാനം വൈറസും വൈറോയിഡ്സും ലൈക്കൻസും ആണ് ഇതിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഏറ്റവും ആദ്യം ക്ലാസിഫിക്കേഷന് അരിസ്റ്റോട്ടിൽ ആണ് തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഇത്ര റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കറിയാം എത്ര എത്ര ജീവികളുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ബാക്ടീരിയ, വൈറസ്. പക്ഷെ ആ സമയത്ത് നമുക്ക് പഠിക്കാനുള്ള റിസോഴ്സസോ ബുക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈസി ആയിട്ട് അരിസ്റ്റോട്ടിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിരുന്നു, പ്ലാന്റ്സിനെയും അനിമൽസിനെയും. അപ്പൊ അത് നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ പ്ലാന്റ്സിൽ അയാൾ ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെയായിരുന്നു. നമുക്ക് ഈ ചെറുതെന്ന് വലുതെന്ന് തുടങ്ങാം. ഫസ്റ്റ് ഈ ചെറിയ ഹേർബ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ മരുന്നിനൊക്കെ ഉപയോഗിക്കണം, അത് ഈ തുളസി, അതൊക്കെയാണ് ഹേർബ്സ്. പിന്നെ കുറച്ചും കൂടി അതിന് മരം പോലെ വലുതല്ലെങ്കിൽ ചെറിയത്, ഈ ചെമ്പരത്തി ചെടിയൊക്കെ പോലെ. അപ്പൊ അതാണ് നമ്മളുടെ shrubs. പിന്നെ മൂന്നാമത്തെയാണ് എന്താ പറയാ, വലിയ മരങ്ങൾ, അതായത് ട്രീസ്. അപ്പൊ ഇത് ജസ്റ്റ് എങ്ങനെയാ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്താണ് അയാൾ ക്ലാസിഫൈ ചെയ്തത്. പിന്നെ അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാ, ഈ ആ സമയത്ത് ഏതിനൊക്കെയോ ചോര അല്ലെങ്കിൽ റെഡ് ബ്ലഡ് ഉണ്ടായിരുന്നു, അതിനൊക്കെ രണ്ട് ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്തു. ദോസ് വിച്ച് ഹാഡ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട്. ഇതായിരുന്നു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി ലിനേഴ്സ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് അരിസ്റ്റോട്ടിൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് ലിനേയസ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ആയിട്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ലിനേയസ് ആയിരുന്നു. 2 കിങ്ഡായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന്. അപ്പൊ ആള് പറഞ്ഞ കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? പ്ലാന്റ് ആൻഡ് അനിമാലിയ. പ്ലാന്റിൽ നമ്മളുടെ പ്ലാന്റ്സ് ഉണ്ടാവും, അനിമാലിയയിൽ നമ്മളുടെ അനിമൽസ്. അപ്പോ ഇതിന്റെ കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഡ്രോബാക്സ് എന്ന് വെച്ചാൽ എന്താ, ഈ സിസ്റ്റം യൂക്യാരിയോട്സും പ്രോകാരിയോട്സും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. യൂക്യാരിയോട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ എന്താ, സെൽ ഓർഗൻ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളവരാണ് യൂക്യാരിയോട്സ്. അപ്പൊ അതിനൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. പിന്നെ ചില ഓർഗാനിസംസ് ഒരു സെല്ലുള്ളവരും ഉണ്ടാവും, കുറെ സെല്ലുള്ളവരും ഉണ്ടാവും, അതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോട്ടോസിന്തറ്റിക് എന്താ, സ്വന്തമായി എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നവർ, അവരാണ് ഫോട്ടോസിന്തറ്റിക്. എക്സാമ്പിൾ ആണ് ഗ്രീൻ ആൽഗി. പിന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഈ ഫംഗസ് ഒക്കെ പോലത്തെ, അതിനും ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയും ചോദിക്കാം, MCQലും ചോദിക്കാം. ലിനേയസ് ടൈം ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയായിരുന്നു ഡ്രോബാക്സ്? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഡ്രോബാക്സ് ഓഫ് ലിനേയസ് ക്ലാസിഫിക്കേഷൻ. This system did not distinguish between the eukaryotes and prokaryotes, unicellular and multicellular organisms, and photosynthetic and non-photosynthetic organisms. അപ്പൊ ഇതാണ് ഡ്രോബാക്സ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ഏതായിരുന്നു? 2 കിങ്ഡം, അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞ് 2 കിങ്ഡം വന്നു. അത് കഴിഞ്ഞിട്ട് ഹെക്കൽ എന്നുള്ള ഒരാളുണ്ടായിരുന്നു. അയാള് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ഇനി ഒരു ഗ്രൂപ്പും കൂടി ആഡ് ചെയ്തു. അതാണ് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് വെച്ചാൽ അതില് ഇങ്ങനത്തെ ഓർഗാനിസംസ് ഉണ്ടാവുക, ഒരു സെല്ലുള്ള ഓർഗാനിസംസ് മാത്രമേ അതിലുണ്ടാവൂ. പിന്നെ വരുന്നത് അത് ഹെക്കലാണ്. ഇതൊക്കെ പേര് ഓർത്ത് വെക്കണേ. 3 കിങ്ഡം, ഹെക്കൽ. പിന്നെ 4 കിങ്ഡം വന്നു. എന്നുവെച്ചാൽ അപ്പൊ ഇനി നമുക്കറിയാം പ്ലാന്റ്, അനിമൽ, പ്രോട്ടിസ്റ്റ കണ്ടുപിടിച്ചു. ഇനി വേറൊരു സാധനം കൂടി, കോപ്പ് ലാൻഡ് എന്ന് പറഞ്ഞാണ്. കോപ്പ് ലാൻഡ്
കോപ്ലാൻഡ് എന്ന് പറഞ്ഞ ആള് എന്താ പറയാ മൊണേറ എന്നും കൂടി ആഡ് ചെയ്തു. അപ്പൊ മൊണേറ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ 5 കിങ്ഡം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതാണ് നമ്മളുടെ NCERT കൊടുത്തിട്ടുണ്ട്. RH വിട്ടേക്കർ 1969. ഈ ഇയേഴ്സ് ഒക്കെ NCERT എപ്പോഴും ഓർത്ത് വെക്കണം. എല്ലാ ഇയറും അരച്ച് കലക്കി കുടിക്കണം എല്ലാ ഇയേഴ്സും. കാരണം MCQ നീറ്റ് ഒരു എല്ലാ ഇയറും ഡയറക്റ്റ് ആയി ചോദിക്കും. പക്ഷെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ -5 അല്ലെങ്കിൽ -4 മാർക്സ് ആവും. അപ്പൊ RH വിട്ടേക്കർ എന്ന ആളാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തത്. അയാളെ ക്ലാസിഫൈ ചെയ്ത് നമ്മളുടെ പ്ലാൻ. പിന്നെ എന്താ പറയാ യൂണിസെല്ലുലാർ പ്രോട്ടിസ്റ്റ ഉണ്ടായിരുന്നു, പിന്നെ മൊണേറ ഉണ്ടായിരുന്നു. അതിനൊപ്പം എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഫംഗൈ. അതാണ് ഈ 4 കിങ്ഡവും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫംഗൈ. അപ്പൊ ഇയാൾ ഉപയോഗിച്ച ക്രൈറ്റീരിയ എന്താ ക്ലാസിഫൈ ചെയ്യാൻ? ഒന്നെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെങ്കിലും ബേസിസ് ഉണ്ടാവില്ല എന്തിനെങ്കിലും ക്ലാസിഫൈ ചെയ്യാൻ. അതാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ആ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാ, ഈ സെൽ വോൾ കോമ്പോസിഷൻ എങ്ങനെയാ, അല്ലെങ്കിൽ ബോഡിയുടെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ തിന്നണ രീതി എങ്ങനെയാ, അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇങ്ങനത്തെ ടൈപ്പ്. പല ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് അറിയാം. വെജിറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഗാമീറ്റ്സ് ഇല്ലാണ്ട് സെക്ഷുവൽ ആവാം, അല്ലെങ്കിൽ സെക്ഷുവൽ ആവാം. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി കംപ്രൈസ് ചെയ്തിട്ടാണ് ഇയാൾ ക്ലാസിഫൈ ചെയ്തത്. അല്ലെങ്കിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. മനസ്സിലായല്ലോ? ഇതും MCQ ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഏതൊക്കെയായിരുന്നു? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. കാരണം ഇതിൽ എത്ര കുറെ ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള വേർഡ് വിട്ടാൽ നമ്മൾ കൺഫ്യൂസ് ആവും. അപ്പൊ ഇത് നന്നായി അറിയുന്ന എന്തൊക്കെ എന്തിന്റെ ബേസിസിലാണ് ഇയാൾ ക്രൈറ്റീരിയ വെച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഇപ്പൊ പുതിയത് നിലവിലുള്ളത്. അതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് കാൾ വീസ് എന്ന് പറഞ്ഞ ആളാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അയാൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തത്? അയാൾ 2 ഡിഫറൻസേ ഉള്ളൂ. ഇതിലൊരു ഡിഫറൻസേ ഉള്ളൂ. നമ്മളെ മൊണേറ ഇല്ലേ 5 കിങ്ഡത്തിൽ, ആ മൊണേറേനെ ജസ്റ്റ് ക്ലാസിഫൈ ആക്കി 2 രീതിയിൽ, യു ബാക്ടീരിയയും RK ബാക്ടീരിയയും. ഇതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം മൊണേറ പഠിപ്പിക്കുമ്പോൾ. പിന്നെ ബാക്കിയെല്ലാം സെയിം, ഫംഗൈ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, അനിമാലിയ. മനസ്സിലായല്ലോ? 5 കിങ്ഡം പ്ലസ് സബ് ഡിവിഷൻ ഓഫ് മൊണേറ ഇസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിന്റെ ബേസിസ് എന്തായിരുന്നു? ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ rRNA ജീൻസ്. എന്നുവെച്ചാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇത്. എന്നുവെച്ചാൽ നമ്മളുടെ സെല്ലിന്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആ ചെറിയ ഡിഫറൻസ് തമ്മിലുള്ള വേരിയേഷൻ കൊണ്ടാണ് ആൾ മൊണേറേനെ 2 രീതിയിൽ, യു ബാക്ടീരിയ, RK ബാക്ടീരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായാലും എത്ര ക്ലാസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു? അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ലിനേയസ് പറഞ്ഞു, കെറോലസ് ലിനേയസ്. അയാളുടെ വേറെ ഹീസ് ഓൾസോ നോൺ ആസ് എന്താണെന്നറിയില്ലേ? ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. പിന്നെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഞാൻ 5 കിങ്ഡം പറഞ്ഞു. RH വിട്ടേക്കർ, ഇയർ 1969. പിന്നെ കാൾ വീസിന്റെ 6 കിങ്ഡം. ഇതാണ് ഇപ്പൊ ഇത്രയും സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നിലവിലുള്ളത്. ഇനി നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്ന് ഡീപ്പായി നോക്കാം. എന്തൊക്കെ ഇഷ്യൂസ് അവർ നോക്കിയില്ല എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോ ഇതിന്റെ ഡ്രോബാക്സ് നമ്മൾ പഠിക്കാം. പ്രോകാരിയോട്ടിക് ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഉണ്ട്. അതാണ് അവര് രണ്ടുപേരും ഒരുമിച്ചാക്കി, എന്നുവെച്ചാൽ ഒരു കിണ്ടത്തിലാക്കിപ്പോയി. എന്നുവെച്ചാൽ പ്രോകാരിയോട്ടിക് ബാക്ടീരിയ, ഈ ബ്ലൂ ഗ്രീൻ ആൽഗി എന്താ, അത് മൊണേറയാണ്. പ്രോകാരിയോട്ടിക് ബാക്ടീരിയ മൊണേറയാണ്. പക്ഷെ ഈ ബ്ലൂ ഗ്രീൻ ആൽഗി യൂകാരിയോട്ടിക്ക. പക്ഷെ അത് രണ്ടും ഒരു കിണ്ടായി പോയില്ലേ? അത് ശരിയല്ലല്ലോ. അപ്പൊ അതിനെ നമുക്ക് ഒരു ക്ലിയർ ബേസ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് ഈ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനും ഒരു കിണ്ടത്തിൽ ആയിപ്പോയി. എന്നുവെച്ചാ അയാള് RH വിട്ടേക്കർ പറഞ്ഞ യൂണിസെല്ലുലാർ എല്ലാം പ്രോട്ടിസ്റ്റയിലാവുന്ന. പക്ഷെ ഈ ക്ലാമിഡോമോണാസും സ്പൈറോവേര അത് ആൽഗയിലാണ്, അണ്ടർ ആൽഗയാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അതും പറ്റില്ല. വേറെ ഡിഫറൻസ് എന്താ? ഈ ഹെട്രോട്രോപിക് ഗ്രൂപ്പും
ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ രണ്ടിനും സെൽ വോൾ ഉണ്ട്. ഫംഗസിനും സെൽ വോൾ ഉണ്ട്, പിന്നെ ഗ്രീൻ പ്ലാന്റ്സിനും സെൽ വോൾ ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സിന്റെ സെൽ കമ്പോസിഷൻ എന്താ? സെല്ലുലോസ്. ഇതിന്റെ സെൽ വോൾ കമ്പോസിഷൻ എന്താ? കൈറ്റിൻ. ഇപ്പൊ രണ്ടും ഡിഫറൻസ് ഇല്ല, പക്ഷെ രണ്ടും ഒരു കിണ്ടത്തിലായിപ്പോയി. അപ്പൊ അതും ഡിഫറൻസ് ആണ്. അതായിരുന്നു ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ എന്താ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഈ വിറ്റേക്കർ ആഡ് ചെയ്ത് മാറ്റങ്ങൾ. ബാക്കി മുമ്പത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായ തെറ്റുകളാണ് ഇപ്പൊ ഇയാള് മാറ്റി വെച്ചത്. പിന്നെ വിറ്റേക്കർ ചെയ്തെന്താ? ഓൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ഗ്രൂപ്പ് ടുഗെദർ അണ്ടർ കിങ്ഡം മൊണേറ. മൊണേറയിൽ പ്രോകാരിയോട്ടിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ യൂണിസെല്ലുലർ ആയിട്ട് പിന്നെ യൂക്കാരിയോട്ടിക് ആവണം, എന്നാലാണ് പ്രോട്ടിസ്റ്റ് ആവുക. ഇപ്പൊ ആലോചിച്ചത് യൂണിസെല്ലുലർ പ്രോകാരിയോട്ടിക് ആയിരുന്നെങ്കിൽ അത് മൊണേറ ആവോ പ്രോട്ടിസ്റ്റ് ആവോ? അത് മൊണേറ ആവും, കാരണം എന്താ? പ്രോകാരിയോട്ടിക് ആണ്. എല്ലാ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും മൊണേറ ആവും. പിന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ് വേറെ അഡ്വാൻറ്റേജ് എന്താ? കിങ്ഡം പ്രോട്ടിസ്റ്റ ഹാസ് ബ്രോട്ട് ടുഗെദർ ക്ലാമിഡോമോണാസ്, ക്ലോറെല്ല. ഇതൊക്കെ എന്താ? ഏറ്റവും ആദ്യം ആൽഗെ ആയിരുന്നു പ്ലാന്റ്സിലുള്ളത്. പക്ഷെ അതും പ്രോട്ടിസ്റ്റ് ഇപ്പൊ പാരമീഷ്യ, അമീബി എല്ലാം എന്തായി? ഒരേ കിണ്ടത്തിലാക്കി RH വിറ്റേക്കർ. അപ്പോ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് എന്താ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കമ്പയർഡ് ടു earlier methods of classification. Now we will start with Kingdom Monera. Kingdom Monera ആരൊക്കെ വരും? ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ബാക്ടീരിയ ആണ് സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണേറ. ബാക്ടീരിയ ആവാൻ കാരണം എന്താ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. മനസ്സിലായോ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണേറയിലുള്ളത്. അപ്പോ ഞാൻ ഏറ്റവും ആദ്യം പറയും, ഞാൻ കുറെ നേരമായി പറയുന്നു പ്രോകാരിയോട്ടും യൂകാരിയോട്ടും എന്താണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പഴയ ഫസ്റ്റ് ഒറിജിൻ ആണ്. എന്ന് വെച്ചാൽ എവല്യൂഷൻ ഉണ്ടായിരുന്നപ്പോ ഏറ്റവും ആദ്യം ഉണ്ടായവരാണ് പ്രോകാരിയോട്സ്. അപ്പൊ അവരുടെ എന്താ? സെൽ ടൈപ്പ് പഴയതാണ്. പക്ഷെ യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്തോ? അവര് പ്രോകാരിയോട്സ് ഇവോൾവ് ആയി വന്നതാണ് എന്താ പറയാ യൂകാരിയോട്സ്. പിന്നെ ഇവരുടെ സെൽ സ്ട്രക്ചർ, ഈ കോംപ്ലക്സിറ്റി എന്തായിരിക്കും? തുടക്കല്ലേ നമ്മളിപ്പോ അറിയാലോ, നമ്മള് ജനിക്കുമ്പോൾ ബേബീസ് ആയിരുന്നു, നമുക്ക് നടക്കില്ലല്ലോ, നേരിട്ട് നടക്കില്ല ഇല്ലല്ലോ. നമ്മൾ ആദ്യം ക്രോൾ ചെയ്യും, പിന്നെ നടക്കും, വാക്ക് ചെയ്യും, പിന്നെ ഓടും, അങ്ങനെയല്ല, സ്റ്റെപ്പ് ഇല്ലേ? അതേപോലെ പ്രോകാരിയോട്സ് സ്മോൾ ആൻഡ് സിമ്പിൾ ആണ്, ബട്ട് യൂകാരിയോട്സ് ആർ ലാർജ് ആൻഡ് മോർ കോംപ്ലക്സ്. പിന്നെ മെയിൻ ഡിഫറൻസ് ന്യൂക്ലിയസ് ഇതിനില്ല, സിമ്പിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ യൂകാരിയോട്സ് കണ്ടെയ്ൻ ന്യൂക്ലിയസ്. പിന്നെ ബാക്കി ഒരു സെല്ലില് കുറെ ഓർഗനൽസ് ഉണ്ട്, അതെല്ലാരും കൂടി ഒരുമിച്ചാണ് ഫങ്ഷൻ ചെയ്ത് എന്താ പറയാ ഒരു ഫങ്ഷൻ നടത്തണം. അപ്പൊ ഓർഗനൽസും ഇല്ല അതില്. പിന്നെ ഇവരെല്ലാരും എന്തായിരിക്കും? സിംഗിൾ സെൽഡ് ആയിരിക്കും. പക്ഷെ യൂകാരിയോട്സ് ആണെങ്കിൽ അവർക്ക് ഓർഗനൽസ് ഉണ്ട്, സിംഗിൾ സെല്ലാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആവും. അപ്പൊ ഇതാണ് ഡിഫറൻസ്, പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിന്റെ കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ? രണ്ടിനും ഈ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, രണ്ടിനും DNA. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. സെല്ലിന് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഉണ്ട്. പക്ഷെ ന്യൂക്ലിയസ് പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആ, പക്ഷെ യൂകാരിയോട്സിൽ പ്രസന്റ് ആ. അപ്പൊ അതേപോലെ സൈറ്റോപ്ലാസം രണ്ടിനും ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ രണ്ടിനുണ്ട്, റൈബോസോംസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഓരോ ഫങ്ഷൻസ് നിങ്ങൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിക്കും. അപ്പൊ ഞാൻ ഇവിടെ അത് ഡീറ്റെയിലിംഗ് ഇല്ല, അവിടെ പഠിപ്പിക്കുന്നവർ അത് പഠിപ്പിച്ചോളും. അപ്പൊ മനസ്സിലായല്ലോ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സിന്റെ ഡിഫറൻസ്. അപ്പൊ ഇനി നമുക്ക് കിങ്ഡം മൊണേറയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതിൽ ഞാൻ ഓരോ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത പാഠങ്ങൾ ഓരോ റെലവെന്റ് MCQs ആണ്. അപ്പോ ഇത് സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണേറ ആരാന്ന് ചോദിച്ചാൽ ആരാ? ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ടെന്ന് അറിയാം. നമ്മളുടെ വായ, കൈ, നമ്മളുടെ ബോഡിയുടെ ഉള്ളില്, നമ്മളിരിക്കുന്ന ചെയറോ ടേബിളോ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സോ ചുറ്റും എല്ലായിടത്തും ഉള്ളതാണ് ബാക്ടീരിയ. ബാക്ടീരിയ ഒക്കെ ഓൾമോസ്റ്റ് എവ്രിവെയർ. സോയിലിൽ കാണാം.
പിന്നെ അവര് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന കംഫർട്ടബിൾ സോണിലാണ്, കംഫർട്ടബിൾ ഹാബിറ്റാറ്റ്. പക്ഷെ നല്ല തണുപ്പും നല്ല ചൂടുള്ള സ്ഥലങ്ങളിലില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ബാക്ടീരിയക്ക് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കി അവിടെ ജീവിക്കാൻ പറ്റും. അതായത് ഹോട്ട് സ്പ്രിങ്സ്, അല്ലെങ്കിൽ ഡെസേർട്ട്, മരുഭൂമി, അല്ലെങ്കിൽ ഈ സ്നോ, അല്ലെങ്കിൽ ഓഷ്യൻസും ഏറ്റവും അടിയിൽ ഡീപ്പായിട്ടുള്ള എന്ന് വെച്ചാൽ പ്രഷർ ഭയങ്കര കൂടുതൽ, നമുക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ബാക്ടീരിയ കാണും. പിന്നെ ചില ബാക്ടീരിയ എന്താ വേറെ ഓർഗാനിസത്തിന്റെ ഉള്ളില് അവരുടെ ചോര അല്ലെങ്കിൽ അവരുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കും. ഇനി നമുക്ക് ബാക്ടീരിയന്റെ ഷേപ്പില്ലേ എന്ന് വെച്ചാൽ മോർഫോളജിനെ ബേസ്ഡ് ആയിട്ട് 4 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് ബാക്ടീരിയ കോക്കായി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സ്ഫെറിക്കൽ ആയിട്ട് കാണില്ലേ, സ്ഫിയർ പോലെ, അതാണ് കോക്കായി. അതിന്റെ എക്സാമ്പിൾ ആണ് കോക്കസ്. പിന്നെ ഉള്ളത് റോഡ് ഷേപ്പ് ബാസിലസ്. റോഡ് ഷേപ്പ് ബാസിലസ് എന്ന് പറയുന്നത് ഇതേപോലെ വടിയില്ലേ, വടി പോലെ, അതാണ് റോഡ് ഷേപ്പ് ബാസിലസ്. ബാസിലൈവനു ലാക്ടോബാസിലസോ അങ്ങനെ കുറെ ബാക്ടീരിയകൾ നിങ്ങൾ ഇനി 11th പഠിക്കും, 12th പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഇത് ഈ ചാപ്റ്റർ മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് ഈ എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഉള്ള ഒരു കോമ ഷേപ്ഡ് ആണ്. കോമ ഷേപ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇതാണ് കോമ ഷേപ്ഡ്. കോമ നമ്മൾ ഇടില്ലേ, വിബ്രിയോ ആണ് കോമ ഷേപ്പ്. വിബ്രിയോന്റെ എക്സാമ്പിൾ വിബ്രിയോ കോളറ. കോളർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈറൽ ആയിട്ട് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കണ്ടോ, ഇങ്ങനെ വളഞ്ഞ് അതാണ് സ്പൈറലം. അപ്പൊ ഇതാണ് 4 കാറ്റഗറീസ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ സ്ട്രക്ചർ സിമ്പിൾ ആണ്, കാരണം എന്താ പ്രോകാരിയോട്സ് ആണ്. പക്ഷെ അവരുടെ ബിഹേവിയർ എന്താ കോംപ്ലക്സ് ആണ്. കാരണം സ്ട്രക്ചർ സിമ്പിൾ ആണെങ്കിലും ശരി, പക്ഷെ ഈ പുറത്തുള്ള എൻവയോൺമെന്റ് എന്താ ഹാർഷ് ആയിരിക്കില്ലേ. അപ്പൊ അവിടെ ജീവിക്കാൻ എന്തായിരിക്കണം, ആ ബോഡി നന്നായി ഫങ്ഷൻ ചെയ്യണം, കോംപ്ലക്സ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ബാക്ടീരിയൽ സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ ബട്ട് വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. പിന്നെ വേറൊരു MCQ ഈ എസേർഷൻ റീസണിലൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ലൈൻ ആണ്, ഷോസ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചു, അത് പിന്നെ എങ്ങനെ കുറച്ച് മെറ്റബോളൈസ് ആവും, അല്ലെങ്കിൽ കുറച്ച് ഡൈജസ്റ്റ് ആവും. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ പല മെക്കാനിസംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ബാക്ടീരിയയുടെ ഉള്ളിൽ. അത് കാരണം ഇറ്റ് ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കുറച്ച് ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ എന്താ, അവര് സ്വന്തമായിട്ട് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് നിന്ന് ഫുഡ് ഉണ്ടാക്കും, അതാണ് ഓട്ടോട്രോഫിക്. ആ ഓട്ടോട്രോഫിക്കിന് 2 എണ്ണം ഉണ്ട്. ഓട്ടോട്രോഫിക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്, ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ എന്താ പറയാ കീമോസിന്തറ്റിക് എന്ന് പറയും. അപ്പൊ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത് എന്താ, അവരെന്താ ഉപയോഗിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക, യൂസ് സൺലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കി ഇവർ രണ്ടുപേരും എന്താ ATP പ്രൊഡ്യൂസ് ചെയ്യും, ATP ജനറേറ്റ് ചെയ്യും. കീമോസിന്തറ്റിക് എന്ന് പറയുന്നത് വേറെ ഈ സൾഫറോ ഫോസ്ഫേറ്റ്സോ എന്തെങ്കിലും ഉപയോഗിച്ച്, കെമിക്കൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ സൺലൈറ്റ് ഇല്ല. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്താ നമുക്കറിയാം, പ്ലാന്റ്സ് ഒക്കെയാണ്. പക്ഷെ ഈ ചില ബാക്ടീരിയാസും ചെയ്യും. പിന്നെയുള്ള കുറെ ബാക്ടീരിയാസ് ഹെട്രോട്രോഫ്സ് ആണ്. ഹെട്രോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ജീവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എങ്ങനെ ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. അത് പറയാൻ കാരണം എന്താ, അവര് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും ആവാം, അല്ലെങ്കിൽ മെജോറിറ്റി എന്താ ഹെട്രോട്രോഫ്സ് ആണ്, ഡിപ്പെൻഡന്റ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. അപ്പൊ ഇനി നമുക്ക് മൊണേറിയയിൽ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു.
ഇനി വേറെ എന്തൊക്കെയാ മോണേറിയലുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ ഡിഫറൻസ് എന്താ? ആർക്കെ ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ അതിന്റെ ആകെ ഡിഫറൻസ് സെൽ വാൾ സ്ട്രക്ചർ ആണ്. നോർമലി ബാക്ടീരിയയുടെ സെൽ വാൾ സ്ട്രക്ചർ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ലൈപ്പോപോളിസാക്കറൈഡ് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പക്ഷെ നമ്മളുടെ ആർക്കെ ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇസ് ആബ്സെന്റ്. അപ്പോ അവിടെ പ്രസന്റ് ആയിട്ടുള്ള എന്താ സ്യൂഡോ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് വന്നിരിക്കുന്നത്. അത് കാരണമാണ് ആർക്കെ ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. പിന്നെ ഇവര് എവിടൊക്കെ ജീവിക്കും? ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാം, എന്നുവെച്ചാൽ സോൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നവർ എന്താ ഹാലോ ഫൈൽസ്. പിന്നെ ഈ ഭയങ്കര ചൂടുള്ള വെള്ളങ്ങളില്ലേ, ഈ എന്താ പറയാ വെള്ളച്ചാട്ടൊക്കെ, ഹോട്ട് സ്പ്രിങ്സ്, അവര് അപ്പോ നമ്മൾ എന്താ ആലോചിക്കണം, അപ്പോ ഹോട്ട് സ്പ്രിങ്സിന് തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയും. പിന്നെ ഈ മാർഷി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ പന്നിയൊക്കെ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ഈ ചളിയൊക്കെ പിടിച്ച് കുഴമ്പ് പോലെ, അവനാണ് മാർഷി ഏരിയാസ് പറയാ. അവിടെ ജീവിക്കുന്നവര് മെത്തനോജൻസ്. ആർക്കെ ബാക്ടീരിയയില് ഹാലോഫൈൽസ് ഉണ്ട്, ഹോട്ട് സ്പ്രിങ്സ് തെർമോ ആസിഡോഫൈൽസ് ഉണ്ട്, ആൻഡ് മാർഷി ഏരിയാസിൽ മെത്തനോജൻസ് ഉണ്ട്. മെത്തനോജൻസ് വേറൊരു സ്ഥലത്തും കാണും. ഈ നമ്മളുടെ കൗ ആൻഡ് ബഫലോസ് ഇല്ലേ, നമ്മളുടെ പശു അല്ലെങ്കിൽ കാള, ഇവരുടെ ഗട്ട് എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ഇൻഡസ്റ്റൈൻ. അപ്പൊ അതില് നമ്മളെ ഫുഡിന് എന്താ പറയാ, നമ്മുടെ ഇൻഡസ്റ്റൈൻ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ബാക്ടീരിയ ഉണ്ടാവും. അതാണ് മെത്തനോജൻസ് അവിടെയും കാണും. അവരുടെ ഫങ്ഷൻ എന്താ? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീത്തേൻ ഫ്രം ദ ഡങ് ഓഫ് ആനിമൽസ്. മീത്തേൻ എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം ബയോഗ്യാസ്. ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഫ്യൂവലാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫ്യൂവലാണ് ബയോഗ്യാസ്. അപ്പൊ ഇതാണ് ആർക്കി ബാക്ടീരിയൻ ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള യു ബാക്ടീരിയയില് എന്താ, ട്രൂ ബാക്ടീരിയ. യുവിന്റെ മീനിങ് എന്താ? യുവിന്റെ മീനിങ് ആണ് ട്രൂ. അപ്പൊ അവരുടെ ക്യാരക്ടറൈസേഷൻ എന്താ? സെൽ വാൾ ഭയങ്കര റിജിഡ് ആയിരിക്കും. റിജിഡ് ആവുമ്പോൾ മറ്റേ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ മൊട്ടൈൽ എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റുമെങ്കിൽ എന്ത്, ഫ്ലെജെല്ല കാണും, ചിലപ്പോ ഫ്ലെജെല്ല കാണും. പിന്നെ യു ബാക്ടീരിയയിൽ മെയിൻ ആയി വരുന്ന സൈനോ ബാക്ടീരിയ. സൈനോ എന്ന് പറയുന്നത് എന്താ, ഗ്രീൻ എന്നർത്ഥം, ബ്ലൂ ഗ്രീൻ. അപ്പൊ ഇവരെ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയും. സൈനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗി. കാരണം എന്താ, അവർക്ക് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സിൽ പല ടൈപ്പ് ക്ലോറോഫിൽ ഉണ്ട്, എ ബി എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ പ്ലാന്റ്സിലുള്ള ക്ലോറോഫിൽ എ ഇവരിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ഏതാ? നമ്മളുടെ സൈനോ ബാക്ടീരിയ. പിന്നെ സൈനോ ബാക്ടീരിയയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് നമ്മളുടെ അവര് യൂണിസെല്ലുലാർ ആവും. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല കാണുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ ഒറ്റയ്ക്ക് ജീവിക്കും, അല്ലെങ്കിൽ കുറെ കോളനി, ഒരു ഗ്രൂപ്പായി ജീവിക്കും. പിന്നെ ചിലത് എവിടെ ജീവിക്കും? ഫ്രഷ് വാട്ടർ ആവാം, എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലാൻഡിൽ ജീവിക്കാം. പിന്നെ ഈ കോളനിയായി ജീവിക്കുകയാണെങ്കിൽ അവര് സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീറ്റ്. വെച്ചാൽ കോളനി ആവുമ്പോ വെച്ചാൽ ചെറുതല്ലേ ഈ ബാക്ടീരിയ, അപ്പൊ കോളനി ജീവിക്കുന്ന എല്ലാവരും ഒരുമിച്ചാവണം. അപ്പൊ ഒരുമിച്ചാവണമെങ്കിൽ എന്താവണം, ഇങ്ങനെ ഒരു ഈ ഈ ജലാറ്റിനൊക്കെ ഇല്ലേ, ഐസ്ക്രീമിലൊക്കെ ഉപയോഗിക്കണ പോലെ, ഇങ്ങനെ ഇത്തിരി മെഴുക്ക് പോലെ. അപ്പൊ അത് അങ്ങനെ ഒരു ഷീറ്റ് അവരെ കവർ ചെയ്യും. അപ്പൊ അതാണ് എന്താ സയനോ ബാക്ടീരിയയുടെ യുണീക് ഫീച്ചേഴ്സ്. പിന്നെ എന്താ, ഈ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ കുറെ പുഴകളിൽ ഇങ്ങനെ പച്ച കളറൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഫുൾ വെള്ളത്തില്, അതാണ് ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ക്യാൻ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്? അപ്പൊ അതാ ഓർത്തിരിക്കണം അതാരായിരുന്നു. പിന്നെ ഇത് വേറെ ഫങ്ഷൻ എന്താ, ചിലവർക്ക് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇല്ലേ, അത് സ്പെഷ്യലൈസ് സെൽസ് ഉണ്ട്, ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ സൈനോ ബാക്ടീരിയയില്. എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക് ആൻഡ് അനബീന. അപ്പൊ സൈനോ ബാക്ടീരിയ യു ബാക്ടീരിയ. അപ്പൊ നോസ്റ്റോക്ക് ആൻഡ് അനബീനയ്ക്ക് എന്താ ഫങ്ഷൻ എന്ന് വെച്ചാൽ, നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ നമ്മൾ ഈ
ലെഗ്യൂംസ് ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ ഈ പയറ് അങ്ങനെ കടല പോലത്തെ സാധനങ്ങളില്ലേ, ആ പയറും കടല പോലത്തെ സാധനങ്ങൾ എവിടെയാ റൂട്ട്സിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഈ നൈട്രജൻ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ളത് ഈ ബാക്ടീരിയ ആണ് ഫിക്സ് ചെയ്യുക. അപ്പൊ അത് ഞാനൊരു ടേബിള് എടുത്തിട്ടുണ്ട്. ദ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അവരെന്ത് ചെയ്യും, റൂട്ട് ഹെയർസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സ് ഇൻവേഡ് ചെയ്യും, എന്നിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് എന്താ റൂട്ട് നോഡ്യൂൾസ് ഉണ്ടാക്കും. റൂട്ട് നോഡ്യൂൾസ് ഉണ്ടാക്കിയ അവരുടെ എന്താ ഈ ബാക്ടീരിയ കൺവേർട്ട് ചെയ്യും ഫ്രീ നൈട്രജൻ ടു അമോണിയ. ആ അമോണിയ എന്താ ചെയ്യും, ഹോസ്റ്റ് പ്ലാന്റ് ആ ഡെവലപ്മെന്റ് ഗ്രോ ചെയ്യാൻ ഉപയോഗിക്കും. അതാണ് നമ്മൾ പിന്നെ കടലയൊക്കെ കഴിക്കില്ലേ, ആ ഫുൾ ഗ്രോത്ത് എപ്പോഴും ഉണ്ടാവാൻ കാരണമാണ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. മനസ്സിലായില്ലേ? ഈ അവരിലുള്ള ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ആ സെല്ലാണ് ഹെട്രോസിസ്റ്റ്. അപ്പൊ ഇത് ഏത് ബ്ലൂ ഗ്രീൻ ആൽഗിയ? നോസ്റ്റോക്ക്. പിന്നെ ഇവിടെ ഈ ചുറ്റും കണ്ടോ, ഇതാണ് മ്യൂസിലേജിനസ് ഷീത്ത്. അതെന്താ? ഫോർ കോളനീസ്, കോളനി ഫോം ചെയ്യാണ് മ്യൂസിലേജിനസ് ഷീത്ത്. മനസ്സിലായില്ലേ? ഇതാണ് നോസ്റ്റോക്ക്. ഈ ഡയഗ്രാംസ് ഒക്കെ പഠിക്കണം, ലേബൽ ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഇതെന്താ, ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഹെട്രോസിസ്റ്റ്. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ യു ബാക്ടീരിയയിൽ എന്തൊക്കെ ടൈപ്പ് ബാക്ടീരിയ ഉണ്ടാവും? ചിലത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആവും. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത് എന്താ, അവർ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യും, നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ, അത് വെച്ച് ATP ഉണ്ടാക്കും. പിന്നെന്താ, ചിലര് ഈ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യും. എന്ന് വെച്ചാൽ എയറിൽ നമ്മളിങ്ങനെ ഇവര് പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന ബാക്കി എന്തെങ്കിലും വേണ്ടേ, അപ്പൊ റീസൈക്ലിംഗും ചില ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ എന്താണെന്നറിയോ? അബൻഡന്റ്. ഇറ്റ് ഇസ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ചത്തുപോയ ഓർഗാനിസംസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്. ചില ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഈ നമ്മൾ ഈ പഴത്തൊലിയൊക്കെ കുറച്ചാള് ഇവിടെ മണ്ണിലിട്ട് പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണില്ലല്ലോ, അലിഞ്ഞു പോയിണ്ടാവില്ലേ മണ്ണില്. അപ്പൊ ബെസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് ആണ്. പിന്നെ കുറെ ബാക്ടീരിയ ഈസ് ഹെൽപ്ഫുൾ ഫോർ മേക്കിംഗ് കേർഡ്. നമ്മളുടെ പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, പിന്നെ കുറെ ബാക്ടീരിയസ് ഇന്ന് പാത്തോജനിക് ആണ്. ഞാൻ പറഞ്ഞു വിബ്രിയോ കോളറ ഉണ്ടാക്കും. പിന്നെ ടൈഫോയിഡ്, സാൽമണല്ല ടൈഫി ആണ് ഉണ്ടാക്കുക. ടെറ്റനസ്, സിട്രസ് കാങ്കർ പ്ലാന്റിലുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഡിസീസസ് കോസ്ഡ് ബൈ ഡിഫറെന്റ് ബാക്ടീരിയ. പിന്നെ നമ്മൾ അറിഞ്ഞു ബാക്ടീരിയനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, പല ക്ലാസിഫിക്കേഷൻ പറഞ്ഞു മോണേറിയയിലുള്ളത്. ഇനി നമ്മൾ ഇവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ബാക്ടീരിയ മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷൻ എന്നത് ഈ ഫിഗറിൽ കണ്ട ഇത് ഒരു ബാക്ടീരിയ ആയിരുന്നു. പക്ഷെ ഇത് ഇവിടെ എന്ത് ചെയ്യും, ഡിവൈഡായി. മനസ്സിലായില്ലേ? ഇതിവിടെ ഡിവൈഡായി എന്താ, സെൽ പ്രോട്ടോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ പ്ലസ് സൈറ്റോപ്ലാസം ഇസ് നോൺ ആസ് പ്രോട്ടോപ്ലാസം. അപ്പൊ അവിടെ ഡിവിഷൻ വന്നു. പിന്നെന്താ, ഈ ന്യൂക്ലിയയും ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാണെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ, അതിന്റെ ഡിവിഷനോ, ഇതാണ് ഫിഷൻ. ചില ബാക്ടീരിയ ഫിഷനായിട്ടും എന്താ പറയാ റീപ്രൊഡ്യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ നിന്ന് രണ്ട് ബാക്ടീരിയ ഉണ്ടായി. പിന്നെ അവർ അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് അവർ സ്പോർട്സ്, ഈ പൊടി പോലത്തെ സാധനങ്ങളാണ്. അൺഫേവറബിൾ ആവുമ്പോൾ മാത്രം അത് റീപ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഒരു തരം റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് DNA ട്രാൻസ്ഫർ ആണ്, ജീൻ ട്രാൻസ്ഫർ. ഒരു ബാക്ടീരിയ ആണെങ്കിൽ ഫ്രം വൺ ബാക്ടീരിയ ടു അതർ. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ട്രാൻസ്ഡക്ഷൻ, ഇതാണ് മെയിൻ. ട്രാൻസ്ഡക്ഷൻ വരും. പിന്നെയും വേറെ ടൈപ്സ് ഉണ്ടാവും, നിങ്ങൾ പഠിക്കും. പിന്നെ മൊണേറിയയിൽ വേറെ വരുന്ന ഓർഗാനിസംസ് ആണ് മൈക്രോപ്ലാസ്മയുടെ സ്പെഷ്യാലിറ്റി എന്താ, ദേ ലാക്ക് സെൽ വോൾ. ഇപ്പൊ സെൽ വോൾ ഇല്ലെങ്കിൽ ഇപ്പൊ മൈക്രോപ്ലാസ്മ എന്തെങ്കിലും ഡിസീസ് കോസ് ചെയ്താ നമുക്ക് ഇവരെ കൊല്ലാൻ പറ്റില്ല. കാരണം എന്താ, സെൽ വോൾ ഇല്ലല്ലോ. അപ്പൊ സെൽ വോളിൽ എങ്ങനെ കൊല്ലുക? അപ്പൊ ഇവര് ഇനാക്റ്റീവ് എഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. ഇപ്പൊ മൊണേറിയ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് മൊണേറിയയിൽ ആരൊക്കെ ആർക്കെ ബാക്ടീരിയ,
ബാക്ടീരിയ സോൾ മെമ്പേഴ്സ്, ന്യൂ ബാക്ടീരിയ, അതിൽ സൈനോ ബാക്ടീരിയ പറഞ്ഞു ഞാൻ, പിന്നെ പറഞ്ഞ മൈക്രോപ്ലാസ്മ. ഇനി നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ പറയാം. കിങ്ഡം പ്രോട്ടിസ്റ്റ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാ? സിംഗിൾ സെൽ യൂക്കാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റയിലുള്ളത്. ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. അത് യൂക്കാരിയോ ഇവരെ പ്രോട്ടിസ്റ്റക്കാര് മൊണേറിയയിൽ ഇടണോ അതോ ഫംഗസിലിടോ ഫംഗയിൽ ഇത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രോട്ടിസ്റ്റ വിച്ച് കിങ്ഡം, ഈ ബൗണ്ടറീസ് ഓഫ് കിങ്ഡം ഡിഫൈൻ അല്ലാത്ത ഏതാണ്? മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇതിൽ എഴുതിയത് കണ്ടോ? ഒരു ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ ഒരു ബയോളജിസ്റ്റിന് ചിലപ്പോൾ അത് പ്ലാന്റും ആയിരിക്കാം. ഒരു കൺഫ്യൂസിങ് ആണ് ഈ കിണ്ടത്തിലുള്ളവര്. അപ്പൊ ഇതിൽ പ്രോട്ടിസ്റ്റയില് ആരൊക്കെയുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോൺസ്. ഇതാണ് 5 പേരുള്ളത്. ഇത് നമ്മൾ ബൈ ഹാർട്ടാണ്. ഈ ടോപ്പിക് മൊത്തം മനസ്സിലാക്കി പഠിക്കാനൊന്നുമില്ല, ഇങ്ങനെ എല്ലാ ദിവസവും വായിച്ച് തറവായ ഇതെല്ലാം ഓർമ്മ കിട്ടും. പിന്നെ പ്രോട്ടിസ്റ്റില് ഒരുവിധം എല്ലാവരും എക്വാട്ടിക് ആയിരിക്കും, എല്ലാവർക്കും കാണാം വെള്ളങ്ങളിലെ കാണാം. പിന്നെ ഇവര് യൂക്കാരിയോട്സ് ആണെന്ന് പറഞ്ഞു. മൊണേറ എന്തായിരുന്നു? പ്രോകാരിയോട്സ്. അപ്പൊ യൂക്കാരിയോട്സ് ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് കാണാം, മെംബ്രെയിനും ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും. ഇനി ഇവര് ഡിറൈവ് ഫ്രം പ്രോകാരിയോട്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റത്തത് നോക്കാം. പ്രോട്ടിസ്റ്റയില് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യണത് എന്താ? ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗി. ഗോൾഡൻ ആൽഗിയുടെ വേറെ പേരാണ് ഡെസ്മിറ്റ്സ്. മനസ്സിലായി? ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗി. ഇവരെന്താ ഫ്രഷ് വാട്ടറിലും കാണാം, അല്ലെങ്കിൽ മെറൈൻ എൻവയോൺമെന്റ്സിലും കാണാം. ഇപ്പോ ഇവര് മൈക്രോസ്കോപ്പിക് ആണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈ ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന അവരെയാണ് പ്ലാങ്ടൻസ് എന്ന് പറയാം. പിന്നെ ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന എന്താ? സെൽ വോൾ ഉണ്ട്. ഈ 2 സെൽ വോളും, ഈ സോപ്പ് പെട്ടി ഫ്ലോട്ട് ചെയ്യില്ലേ വെള്ളത്തില്, അപ്പൊ സോപ്പ് ബോക്സ് പോലത്തെയാണ് ഇവരുടെ എന്താ? ഓവർലാപ്പിംഗ് ഷെൽസ് ഉണ്ട്, 2 ഓവർലാപ്പിംഗ് ഷെൽസ് ഉണ്ട്. അപ്പൊ അവര് ഫിറ്റ് ആക്കും, 2 ഫിറ്റ് ടുഗെദർ ആൻഡ് ഇറ്റ് ഫോംസ് എ സോപ്പ് ബോക്സ്. അങ്ങനെ ഫ്ലോട്ടിങ്. പിന്നെ ഇവരെന്താ? ഫോട്ടോസിന്തറ്റിക്കും ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവരുടെ വോൾസിൽ സിലിക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കാരണമാണ് സിലിക്ക ഭയങ്കര ഹാർഡ്. അതിന് വെച്ചാൽ ഈ വെള്ളമോ ചൂടോ കാരണം കൊല്ലാൻ പറ്റില്ല അതിന്. അത് കാരണം ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അത് കാരണം ഈ ഡയറ്റംസ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും ഒരു ഹാബിറ്റാറ്റിൽ. അവരടിഞ്ഞുകൂടി ഇരുന്ന് കുറെ വർഷങ്ങൾ എന്ന് വെച്ചാൽ 1000 വർഷങ്ങളിൽ അടിഞ്ഞുകൂടി അവര് ഡയറ്റമീഷ്യസ് എർത്തായി മാറും. പിന്നെ അത് കാരണം ഇത് റിച്ച് ഓഫ് മിനറൽസ് ഇതൊക്കെയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? പോളിഷ് ചെയ്യാനും ഓയിൽസ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസും സിറപ്സിനും യൂസ് ചെയ്യാം. അപ്പൊ അത് കാരണം ഇതിന് ഞാൻ പറഞ്ഞല്ലോ നദികളിലല്ല മെയിൻ ആയിട്ട് കാണും, ഓഷ്യൻസിലാണ് കാണാൻ മെറൈനായിട്ട്. അപ്പൊ അവര് ഡയറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. മനസ്സിലായല്ലോ? ഡയറ്റംസ് അല്ലെങ്കിൽ ഗോൾഡൻ ആൽഗിയുടെ വേറെ പേരാണ് ഡെസ്മിറ്റ്സ്. അപ്പൊ അവർ ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്താ? 2 ഷെല്ലുണ്ട് വിച്ച് ഫിറ്റ് ടുഗെദർ ആസ് സോപ്പ് ബോക്സ്. സിലിക്ക ഉണ്ട്. അപ്പൊ അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസ് ഇതിൽ പോവാം, പ്രോട്ടിസ്റ്റയുടെ. അതാണ് ഡൈനോഫ്ലെജല്ലേറ്റ്സ്. ഡൈനോ എന്ന് വെച്ചാൽ 2 ആണ്, എന്ന് വെച്ചാൽ 2 ഫ്ലെജല്ലേ. അതിനു മുമ്പ് ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയാ ഡൈനോഫ്ലെജല്ലേറ്റ്. അപ്പൊ ഇത് ഈ ഡൈനോഫ്ലെജല്ലേറ്റില് ഒരു ഫ്ലെജല്ല ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി ഉണ്ടാവും, അടുത്ത ഫ്ലെജല്ല ഇങ്ങനെ ട്രാൻസ്വേഴ്സ്ലി ഇങ്ങനെ ക്രോസ് ചെയ്യും വോൾ പ്ലേറ്റ്സിന്റെ ഇടയിൽ. അപ്പൊ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താ? ഇത് മെറൈനും ആണ് ഫോട്ടോസിന്തറ്റിക്കും ആണ്. പിന്നെ പല കളേഴ്സ് ഉണ്ടാവും, പിഗ്മെന്റ്സ് ഉണ്ടാവും ഈ സെൽസിന്. അപ്പൊ അത് കാരണം പല കളറായി കാണാം. ഒന്നുമില്ലെങ്കിൽ മഞ്ഞ, ഗ്രീൻ, ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂവോ ആയിട്ട് നമുക്ക് കാണാം. ഈ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ എന്താണ്? റെഡ് ഡിനോഫ്ലെജല്ലേറ്റ്സ്. അതാണ് ഗോണിയോലാക്സ്. ഇമ്പോർട്ടന്റ് ആണ്. അതിന് റെഡ് ടൈറ്റ്സ് കോസ് ചെയ്യണത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഒരു നദിയിൽ ഒരു റെഡ് കളർ സാധനം ഇങ്ങനെ കിടന്ന് ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അപ്പൊ നമുക്ക് എന്താ? ഈ ചോരയാണെങ്കിൽ റെഡ് വെള്ളം മൊത്തം തോന്നും.
അത് കാരണം ഇതിനെ റെഡ് ടൈഡ്സ് എന്ന് പറയും, ഗോണിയോലാക്സ്. പിന്നെ ഇത് കുറച്ച് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നത് അത് കൊല്ലാനും സാധ്യതയുണ്ട്. മെറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസിന് ടോക്സിക് ആണ്. അപ്പൊ ഞാൻ ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, ഡൈനോഫ്ലെജലേറ്റ്സ് പറഞ്ഞു. ഇനി അടുത്ത് പറയാം യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത എന്താ? ഇത് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളമില്ലേ, അനങ്ങാണ്ട് ചളിയൊക്കെ പിടിച്ച് അങ്ങനത്തെ വെള്ളത്തിലാണ് ഇവർ കാണുക. ഇവർക്ക് സെൽ വാൾ ആബ്സെന്റ് ആണ്. സെൽ വാൾ ഇസ് ആബ്സെന്റ്. സെൽ വാൾ ആബ്സെന്റ് ആണെങ്കിൽ അവരുടെ ബോഡി ഇങ്ങനെ അനങ്ങാൻ നമുക്ക് ബോഡി ഫ്ലെക്സിബിൾ ആണ്. ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ ഒരു പെല്ലിക്കിൾ ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. അതാണ് പെല്ലിക്കിൾ, ഇമ്പോർട്ടന്റ് പെല്ലിക്കിൾ. പിന്നെ അവർക്ക് 2 ഫ്ലജെല്ല ഉണ്ട്. ഡൈനോഫ്ലജെല്ലേറ്റ്സിനുണ്ട്, ഇതിന് 2 ഫ്ലജെല്ല. ഇതിന് ഒരെണ്ണം ചെറുത്, ഇത് കണ്ടോ ഷോർട്ട്, ഇത് ലോങ്. ഇതാണ് യൂഗ്ലിനോയിഡ്. പിന്നെ ഇത് കണ്ടോ ന്യൂക്ലിയസ് ആണ്, ഒരു സെല്ലുണ്ട്. പിന്നെ ഇവർക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്താ പറയാ ഫോട്ടോസിന്തറ്റിക് ആവും, അല്ലെങ്കിൽ സൺലൈറ്റ് ഇല്ലെങ്കിൽ അവർ ഹെറ്ററോട്രോഫ്സ് ആവും. അപ്പോ പക്ഷെ വേറെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താ, പിഗ്മെന്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ് എന്താ, ഈ ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ് ആയിട്ട് സിമിലർ ആയിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് യുഗ്ലീന. 2 ഷോർട്ട് ആൻഡ് ലോങ് ഫ്ലജെല്ല ഉണ്ട്, പെല്ലിക്കിൾ ഉണ്ട്, സെൽ വാൾ ആബ്സെന്റ് ആണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റിക്ക് പെല്ലിക്കിൾ ഉണ്ട്, സ്റ്റാഗ്നന്റ് വാട്ടറിൽ കാണും. ഇതൊക്കെയാണ് ഓരോ കീ പോയിന്റ്സ് ആണ്, കീ വേർഡ്സ് ആണ് ഞാൻ പറയണത്. അടുത്തത് നോക്കുന്നത് സ്ലൈം മോൾസ് ആണ്. സ്ലൈം മോൾസ് എന്ന് വെച്ചാൽ സ്ലൈം എസ്, അപ്പൊ എസ് ഇതിലെ സാപ്രോഫൈറ്റ്, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈം മോൾസ്. S to S അങ്ങനെ കണക്ഷൻ ഉണ്ട്, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ചത്ത ജീവികൾ അല്ലെങ്കിൽ ചത്ത മരങ്ങൾ, ചത്ത പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അവരെ ഡീകമ്പോസ് ചെയ്യല്ല, അവരെ കൊന്ന് എനർജി ഡ്രെയിൻ ചെയ്യണവരാണ് സാപ്രോഫൈറ്റ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഡീക്കേയിങ് ട്വിഗ്സ് അല്ലെങ്കിൽ ലീവ്സ് എന്നൊക്കെ എൻഗൾഫ് ചെയ്ത ഓർഗാനിക് മെറ്റീരിയൽ. പിന്നെ സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ അവർ എഗ്രിഗേഷൻ, എല്ലാം കൂടി എഗ്രിഗേഷൻ ആയിട്ട് എന്തായിരിക്കും, പ്ലാസ്മോഡിയം ആവും, വിച്ച് മേ ഗ്രോ. അത് ഭയങ്കര ഫീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അൺഫേവറബിൾ കണ്ടീഷൻസ് എന്താ, പ്ലാസ്മോഡിയം ഡിവൈഡ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും, സ്പോർസ് ഒക്കെ ടിപ്സിൽ വരും. ഈ സ്പോർട്സ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അത് അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് വരിക. പിന്നെ ഈ സ്പോർട്സിന്റെ പ്രത്യേകത എന്താ, ശരിക്കും ഇതിന് ത്രൂ വാൾസ് ഉണ്ട്, പിന്നെ റെസിസ്റ്റന്റ് ആയിരിക്കും, പിന്നെ ക്യാൻ സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. പിന്നെ സ്പോർസ് എങ്ങനെ ഡിസ്പേഴ്സ്, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പോർസ് ഓഫ് സ്ലൈം മോൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ വാട്ട് മീഡിയം, എയർ കറന്റ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മളുടെ സ്ലൈം മോൾഡ്. ഇത് യുഗ്ലീന, ഇത് ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ ഡൈനോഫ്ലജെല്ലേറ്റ് ആണ്. മനസ്സിലായില്ലേ? സോറി, പ്രോട്ടോസോവൻസ്. ഇനി ലാസ്റ്റ് ആണ് നമ്മളുടെ ഇതില് ഞാൻ പറഞ്ഞു ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ലാസ്റ്റ് പ്രോട്ടോസോവൻസ് ഹെറ്ററോട്രോഫ്സ് ആണ് മെയിൻലി. ഒന്നില്ലെങ്കിൽ പാരസൈറ്റ് ആവുകയാണെങ്കിൽ പ്രെഡേറ്റ് ചെയ്ത് എന്നുവെച്ചാൽ കൊന്ന് എനർജി എടുക്കും. അപ്പൊ ഇവര് എന്താ പറയാ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് അനിമൽസിന് എന്താ, എല്ലാവരും ഹെറ്ററോട്രോഫ്സ് അല്ലേ, ഒന്നേനെയും കൊല്ലും നമ്മൾ. പ്ലാന്റ്സ് ആണെങ്കിൽ എന്താ പറയാ, ഈ ചിക്കനും മട്ടനൊക്കെ തിന്നണില്ലേ, അതേപോലെ പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽസ് ആണ് പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മളുടെ ഫസ്റ്റ് വൺ, അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് വെച്ചാൽ എന്താ, ദീസ് ഓർഗാനിസംസ് എന്താ ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ഓർ മോയിസ്റ്റ് സോയിൽ. ഇവരുടെ അമീബോയിഡ് എന്ന പേര് വരാൻ കാരണം എന്താ, ഇവര് പ്രേനെ എങ്ങനെയാ പിടിക്കുക, ഈ സ്യൂഡോപോഡിയ അറിയില്ലേ, അമീബയ്ക്ക് ഒരു സ്യൂഡോപോഡിയ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ ഫോൾസ് ഫീറ്റ് എന്നാണ് ഇതിനെ പറയാം. അപ്പൊ അതിങ്ങനെ എൻഗൾഫ് ചെയ്യും ഫുഡ്, ഇത് ഫുഡ് പാർട്ടിക്കിൾ ആണെന്നൊക്കെ ഇത് എൻഗൾഫ് ചെയ്ത് തിന്നും. ഇതാണ് എന്നുവെച്ചാൽ എൻഡമീവ പാരസൈറ്റ്സ് ആണ്. ചില എൻഡമീവയ്ക്ക് ചിലതിൽ ഇവർ പാരസൈറ്റ്സും ആവും, ചിലത് ഇങ്ങനെ പ്രെഡേറ്റ് ചെയ്തും എന്താ പറയാ തിന്നും. ഇവർക്ക് സിലിക്ക ഷെൽസും ഉണ്ട്, എമീബോയിഡ് പ്രോട്ടോസോൺസ്. അത് ആലോചിക്കണം. വേറെ സിലിക്ക ഞാൻ മുമ്പ് എവിടെ പറഞ്ഞു, നമ്മളുടെ ക്രൈസോഫൈറ്റ്സ് ആയ ഗോൾഡൻ ആൽഗെ. ഇനി ഫ്ലെജെല്ലേറ്റഡ്,
ഫ്ലെജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്ത് ക്വസ്റ്റ്യൻ ആയാലും എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഉണ്ടാവും ആൻസർ. പക്ഷെ ഇതില് പ്രോട്ടോസോവൻ ആണെന്ന് അറിയാം. പിന്നെ ഫ്ലെജല്ലേറ്റ് എന്ന് വെച്ചാൽ ഫ്ലെജല്ലി ഉണ്ട്. അതില് ഫ്രീ ലിവിങ്ങും ആവാം പാരസിറ്റിക്കും ആവാം. പാരസിറ്റിക് ഫോംസ് ഓർത്ത് വെക്കണം, അതാണ് ട്രിപ്പാനോസോമ. അതല്ലെങ്കിൽ ആഫ്രിക്കൻ സീറ്റ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ആളാണ് ട്രിപ്പാനോസോമ. പിന്നെ അത് അടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെജല്ല കഴിഞ്ഞ സിലിയേറ്റഡ് എന്താ, സിലിയ ഉണ്ടെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ തൗസൻഡ്സ് ഓഫ് സിലിയ ഉണ്ടാവും, അത് വെള്ളത്തിൽ കാണും. അത് ഇതിന്റെ ഉള്ളിൽ എന്താ ഒരു ക്യാവിറ്റി ഉണ്ടാവും. ദേ ഹാവ് എ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് സെൽ സർഫസ്. ക്യാവിറ്റിയുടെ വേറെ പേരാണ് ഗുള്ളറ്റ്. അപ്പൊ ഈ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് ഈ സിലിയ എങ്ങനെ അനങ്ങില്ലേ, അപ്പൊ അത് വാട്ടർ എന്താ ഫുഡും ഇതിന്റെ ഉള്ളിലാക്കും. എക്സാമ്പിൾ ആണ് പാരമീഷ്യൻ. അപ്പൊ സിലിയ നോർമലി എല്ലായിടത്തും ഹെൽപ്സ് ഇൻ മൊബിലിറ്റി, ബട്ട് ഹിയർ സിലിയ ഓൾസോ ഹെൽപ്സ് എന്താ നമ്മളുടെ ഫുഡ് ഇൻടേക്കിനും ഹെൽപ്പ് ചെയ്യും. എങ്ങനെ സിലിയന്റെ ഈ കോർഡിനേറ്റഡ് മൂവ്മെന്റും ആണ് പിന്നെ ഫുഡ് ഇൻടേക്ക്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് പാരമീഷ്യൻ. അത് കഴിഞ്ഞിട്ട് സ്പോറോസോവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫെക്ഷ്യസ് ആണ്. സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടാവും ലൈഫ് സൈക്കിൾ. അപ്പൊ അത് കാരണം മോസ്റ്റ് നോട്ടോറിയസ് ഡേഞ്ചറസ് ആണ്. അതിന്റെ ഏറ്റവും ഓർത്ത് വെക്കാനുള്ള എക്സാമ്പിൾ ആണ് നമ്മളുടെ മലേറിയ ഉണ്ടാക്കുന്നത് നമ്മൾ പ്ലാസ്മോഡിയൽ മലേറിയൽ പാരസൈറ്റ്. അപ്പോ ഞാൻ പറഞ്ഞു പ്രോട്ടിസ്റ്റയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ആയിട്ട് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ലൈമോസ്, പ്രോട്ടോസോവൻസിന് അമീബോയിഡ് പറഞ്ഞു, ഫ്ലെജല്ലേറ്റഡ് പറഞ്ഞു, സിലിയേറ്റഡ് പറഞ്ഞു, പിന്നെ സ്പോറോസോവൻസും പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ കിണ്ടത്തിലേക്ക് വരാം. മൂന്നാമത്തെ കിണ്ടം എന്ന് പറയുന്നത് എന്താ ആണ് ഫംഗൈ. അപ്പൊ നമുക്കൊരു യൂണിസെല്ലാർ യൂക്കാരിയോട്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി ഫംഗയുടെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ഹാബിറ്റാറ്റ് നോക്കാം. ഹാബിറ്റാറ്റ് എന്താ, കുറച്ച് ഫംഗസ് എന്താ മോയിസ്റ്റ് ബ്രെഡിലൊക്കെ കാണും, റൈസോപ്പസ് എന്ന് പറയുന്നത്. അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ചില ഫംഗസ് നമുക്ക് തിന്നാനും പറ്റും. നമ്മൾ മഷ്റൂം ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കി തിന്നില്ലേ, അപ്പൊ എഡിബിളും ആണ് കുറച്ച്. പിന്നെ ചിലത് എന്താ ഈ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യും. വൈറ്റ് സ്പോട്ട്സ് കാണാം മസ്റ്റേർഡ് ലീവ്സിൽ. ആ ഫംഗസ് ആണ് ആൽബിഗോ കാൻഡിഡ. അതാണ് എന്തുണ്ടാക്കും വൈറ്റ് റസ്റ്റ് ഓഫ് ക്രൂസിഫേഴ്സ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലത്തെ പ്ലാന്റ്സ് അവരുടെ എഫക്ട് ചെയ്യുന്നതാണ് ആൽബിഗോ കാൻഡിഡ. പിന്നെ ചില വീറ്റില് റസ്റ്റ് ഉണ്ടാക്കും, റസ്റ്റ് പോലത്തെ ഇത്, അതാണ് പുക്സീനിയ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊക്കെ MCQ ആണ്, ഓരോ ലൈനും MCQ ആണ്. പിന്നെ ചില ഫംഗസ് അറിയാലോ യൂണിസെല്ലുലർ ആയിട്ട്, അതാണ് ഈസ്റ്റ് നമുക്കറിയാം, അപ്പൊക്കെ ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാം, ബിയറിനൊക്കെ യൂസ് ചെയ്യണം. ഇത്രയും ഉപകാരങ്ങളുണ്ട്, പക്ഷേ പ്രോബ്ലംസ് ഉണ്ട് നമ്മളെ ഫംഗസ് കാരണം. പിന്നെ ചിലത് ഈ എയറിൽ ജീവിക്കും, ചിലത് വാട്ടറിൽ ജീവിക്കും, അല്ലെങ്കിൽ അനിമൽസിനെ പ്ലാന്റ്സിന്റെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ എന്തിനാ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് അറിയോ? പക്ഷെ ഈ ഫംഗസിന്റെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ. ഈ ഫംഗസ് ഈ തണുപ്പ് ജീവിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അത് കുറച്ച് ഫുഡ് കേടാവില്ല. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ഈസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്. ഈസ്റ്റ് മാത്രമാണ് യൂണിസെല്ലുലാർ ഉള്ളത്. പിന്നെ ഇവന്റെ ബോഡി എങ്ങനെയാണ്, ഹൈഫ എന്ന് പറയും. ഹൈഫ എന്ന് പറയുന്നത് ഈ ലോങ് ആയിട്ട് സ്ലെൻഡർ ത്രെഡ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഹൈഫേ. ഈ കുറെ ഹൈഫ ഇങ്ങനെ ചേർന്ന് അതിന് എന്ത് പറയും, മൈസീലിയം പറയും. ഒരു ഹൈഫയാണ്. ബഡ്സ് ആണ് ഒരു ഹൈഫേ. അപ്പൊ എല്ലാ ഹൈഫയും കൂടി ചേർന്ന് മൈസീലിയം വരും. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ബ്രാഞ്ച്ഡും വരാം, അൺബ്രാഞ്ച്ഡും വരാം. പിന്നെ ചിലപ്പോ ഹൈഫയിൽ എന്താ പറയാ, കുറച്ച് സൈറ്റോപ്ലാസം ചിലപ്പോ ഒരു ന്യൂക്ലിയസിലാവും, അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡും ആവും. അപ്പൊ അവര് പറയുന്നത് സീനോസിറ്റിക് ഹൈഫേ. അപ്പൊ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേസ് നോൺ ആസ് മൈസീലിയം. പിന്നെ ചില ഹൈഫയില് ചിലപ്പോ ക്രോസ് വോൾസ് ഉണ്ടാവും, എന്നുവെച്ചാൽ ഇങ്ങനെ. ഇതാണ് പറയുക സെറ്റ്. ഇത് മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ്, ഒറിജിനൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് പറയുക സെറ്റേണിങ് ക്രോസ് വോൾസ്.
പിന്നെ വേറെ ഇമ്പോർട്ടന്റ് എന്താ, സെൽ ബോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫംഗസിന്റെ. അത് കൈറ്റിൻ അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മെറ്റബോളിസം പല ടൈപ്പ് ഉണ്ട്. ഇവരാരും എന്താ ഓട്ടോട്രോപ്സ് അല്ല, എല്ലാരും ഹെട്രോട്രോപിക് ആണ് ഓൾമോസ്റ്റ് എല്ലാരും. പിന്നെ മോസ്റ്റ്ലി ഒരു നേരം സാക്രിഫൈസ് ആണ്. പിന്നെ കുറച്ച് പാരസൈറ്റ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സ് ആനിമൽസിനൊക്കെ ഉപയോഗിക്കുന്ന പാരസൈറ്റ്സ്. പിന്നെ കുറച്ച് സിംബയോട്ടിക് റിലേഷൻഷിപ്സും ഉണ്ടാവും. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നിന്റെ കൂടെ ജീവിക്കാം, അപ്പൊ എനിക്കൊരു ഗുണം ഉണ്ടാവും, പിന്നെ ഞാൻ നിന്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്കൊരു ഗുണം ഉണ്ടാവും. എന്നുവെച്ചാൽ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ്. അതാണ് നമ്മളുടെ ആൽഗി ആയിട്ട് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഫംഗസ് പ്ലസ് ആൽഗി. അതാണ് ലൈക്കൻസ്. അല്ലെങ്കിൽ ചില റൂട്ട്സ് ഉണ്ടാവും, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സ്, മൈക്രോറൈസ, അവരുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് റീപ്രൊഡക്ഷൻ ടൈപ്സ് നോക്കാം ഫംഗസിൽ. ഇപ്പോ ഒന്ന് വെജിറ്റേറ്റീവ് ഉണ്ട്, പിന്നെ അസെക്ഷുവൽ ഉണ്ട്, പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ വെജിറ്റേറ്റീവിന്റെ മൂന്ന് ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. അത് കാരണം ഇത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഡീറ്റെയിൽ ആയി. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഗാമേറ്റ് ഫ്യൂഷൻ ഇല്ലാണ്ട്, അത് എങ്ങനെയാ സ്പോർട്സ് ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. അതിനെ പറയുന്നത് കൊണീഡിയ. കൊണീഡിയ അല്ലെങ്കിൽ സ്പൊറാൻജിയോസ്പോർസ് ഓർ സൂസ്പോർസ്. ഈ പേരുകൾ ഇത് ഇത്തിരി ഫംഗസിൽ കൺഫ്യൂസിങ് ആ, കുറെ ടൈപ്പ് സ്പോർട്സ്. അപ്പൊ ഇത് ആലോചിച്ച് ഓർത്ത് വെക്കണം ഏതൊക്കെ സ്പോർട്സ് ആണ് സെക്ഷലും ഏതൊക്കെയാണ് സെക്ഷുവലും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതിലൊക്കെയാണ്, ഊസ്പോസ് ഉണ്ട്, ആസ്കോസ്പോസ് ഉണ്ട്, ബെസീഡിയോസ്പോസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരും. ഇനി ഈ ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇനി ഞാൻ അതിന്റെ സെക്ഷുവൽ സൈക്കിൾ എങ്ങനെയാന്ന് പറയാം. ഇതൊരു ഫംഗസ് ആയിരുന്നു. ഏറ്റവും ആദ്യം എന്തായിരിക്കും, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസവും സെൽ മെംബ്രെയിനും കൂടി ആ ഗാമീറ്റ്, ഇത് ഗാമീറ്റ് ആണ്, ഗാമീറ്റ് ഫ്യൂസ് ചെയ്യും. ഇതാണ് പ്ലാസ്മോഗമി. ഫസ്റ്റ് പ്ലാസ്മോഗമി ഉണ്ടാവും. പ്ലാസ്മോഗമി കഴിഞ്ഞ എന്താ, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് രണ്ട് സ്ഥലത്ത് അതും കൂടി ഫ്യൂസ് ചെയ്യണ്ടേ, അതാണ് കാരിയോഗമി. പിന്നെയുള്ള എന്താ, പിന്നെ ഇവരെന്തോ ഡിവൈഡ് ചെയ്യും, എന്നുവെച്ചാൽ മ്യൂസിസ് നടക്കും ആ ന്യൂക്ലിയസിന്, എന്നുവെച്ചാൽ ഉണ്ടായ സൈഗോട്ടിന്. എന്നിട്ട് അത് ഹാപ്ലോയിഡ് സ്പോർസ് വരും. ഹാപ്ലോയിഡ് ഉണ്ട്, ഡിപ്ലോയിഡ് ഉണ്ട്. ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഡിവൈഡ് ചെയ്ത് സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് പ്രിസർവ് ചെയ്യുന്നതിനാണ് ഹാപ്ലോയിഡ്. ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് ഡബിൾ ആക്കും, N 2N ആയ അതിനെയാണ് ഡിപ്ലോയിഡ് എന്ന് പറയാം. ചില ഫംഗസിന് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ബെസീഡിയോമൈസീഡ്സിന് ഒരു ഇന്റർവീനിങ് സ്റ്റേജ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ രണ്ട് ഹാപ്ലോയിഡ് എന്താ നോർമലി ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്താൽ ചിലതിലൊക്കെ ഡിപ്ലോയിഡ് ആവും ഡയറക്ട്ലി, അതായത് 2N എന്നുവെച്ചാൽ രണ്ട് ഹാപ്ലോയിഡ് വരുന്ന 2N ആയി. പക്ഷെ ചിലതിൽ എന്താ, ആസ്കോമൈസീഡ്സ് അല്ലെങ്കിൽ ബെസീഡിയോമൈസീഡ്സ് ഇന്റർവീനിങ് സ്റ്റേജ് ഉണ്ട്, അതാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ്. അപ്പൊ അതിനെന്താ, ഇത് N+N സ്റ്റേജിലാണ് അവര് നിൽക്കുക. എന്നുവെച്ചാൽ ഡിപ്ലോയിഡും അല്ല ഹാപ്ലോയിഡും അല്ല. അപ്പൊ അവരുടെയാണ് പറയാ ഡൈകാരിയോൺ. അതാണ് ഡൈകാരിയോ ഫേസ് ഓഫ് ഫംഗസ്. എന്നിട്ട് എന്താ, കുറച്ച് കഴിഞ്ഞാൽ പാരന്റൽ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്ത് സെൽസ് ഡിപ്ലോയിഡ് ആവും. അപ്പം ഇതാണ് ഞാൻ റീപ്രൊഡക്ഷൻ, പല ടൈപ്പ് റീപ്രൊഡക്ഷൻ. ഞാൻ വെജിറ്റേറ്റീവ് പറഞ്ഞു, സെക്ഷൽ പറഞ്ഞു, അസെക്ഷൽ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഫംഗയില് ഏതൊക്കെ ഓർഗാനിസംസ് ഉണ്ട്, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വരുന്നതാണ് ഫൈക്കോമൈസീഡ്സ്. മൈസീഡ്സ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, ഫൈക്കോമൈസീഡ്സ് ഈ മോയിസ്റ്റ് ആയിട്ടുള്ള ഡീക്കിങ് വുഡ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഡാം പ്ലേസസ്, അല്ലെങ്കിൽ ചിലത് പാരസൈറ്റ്സ് ആയിട്ടും പ്ലാന്റിൽ ജീവിക്കും. പിന്നെ ഇവരുടെ മൈസീലിയത്തിന്റെ പ്രത്യേകത എസെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻസ് ആണ്. ആ ഡിവിഷൻസ് സെപ്റ്റത്തിൽ ആബ്സെന്റ് ആണ്. പിന്നെ സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ മൾട്ടിസെല്ലുലർ എന്താ സൈറ്റോപ്ലാസം ഉള്ളവരാണ്, അപ്പൊ സീനോസൈറ്റിക്കും ആണ്. പിന്നെ ഇതിന്റെ റീപ്രൊഡക്ഷൻ എന്താ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവണം എങ്ങനെയാ, സൂസ്പോസ് എന്ന് പറയുന്നത് മൊട്ടൈലാണ്. പിന്നെ എപ്ലാനോസ്പോസ്, പ്ലാനോ. എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് അറിയാം. എന്ത് വേർഡിനും ഏട്ടാന്ന് വെച്ചാൽ നെഗറ്റീവ്. പ്ലാനോ, അപ്പൊ പ്ലാൻ ചെയ്യാൻ സമ്മതിക്കാണ്ട് പ്ലാനോസ്പോസ്, അതാണ് നോൺ മൊട്ടൈൽ.
പിന്നെ ഈ സ്പോർസ് എങ്ങനെ ഉണ്ടാക്കണം, എൻഡോജീനസ്ലി ആണ് സ്പൊറാഞ്ചിയത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ എൻഡോജീനിയസ് എക്സോജീനസ് എന്നാണ് നമ്മളെ കൺഫ്യൂസ് ആക്കും. അപ്പൊ ഇത് എൻഡോജീനസ്ലി സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ സൈഗോട്ട്. അപ്പൊ എന്താ ആലോചിക്കണം, രണ്ട് ഗാമീറ്റിന്റെ ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സൈഗോസ്പോർ ഉണ്ടാകും, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗാമീറ്റ്സ് മോർഫോ കാണാൻ ഒരുപോലെ ആയിരിക്കും, അപ്പൊ അത് കാരണം ഐസോഗാമസ്. അല്ലെങ്കിൽ ചിലത് കാണാൻ തീരെ സിമിലാരിറ്റി ഉണ്ടാവില്ല, നൈസോഗാമസ് അല്ലെങ്കിൽ ന്യൂഗാമസ്. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം, ന്യൂക്കർ അല്ലെങ്കിൽ റൈസോപ്പസ്. ഈ ബ്രെഡിലൊക്കെ ബ്രെഡ് മോൾഡ് ഞാൻ പറഞ്ഞു നേരത്തെ, അതാണ് റൈസോപ്പസ്. അല്ലെങ്കിൽ ആൽബിഗോ ഞാൻ പറഞ്ഞു, മറ്റേ ഈ മസ്റ്റേർഡിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൽ ഇൻഫെക്ട് ചെയ്യണ ആൽബിഗോ കാൻഡില. അപ്പൊ അതായിരുന്നു ഇതാണ് നമ്മളുടെ ന്യൂക്കർ. ന്യൂക്കറിന്റെ പ്രത്യേകത എസെപ്റ്റേറ്റ് ആണ്, പിന്നെ സീനോസൈറ്റിക്കും ആണ്. എസെപ്റ്റേറ്റ് പ്ലസ് സീനോസൈറ്റിക്. സ്പോർസ് എങ്ങനെയാ എൻഡോജീനസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഫൈക്കോമൈസീഡ്സ്. ഇനി അടുത്തത് വരുന്ന ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സ് എന്ന് പറയുന്നത് എന്താ, ആസ്കോന് മീനിങ് സാക്ക് ആണ്, സാക്ക് ഫംഗസ് ആണ്. ഒരു ചാക്ക് പോലെ തോന്നും. ഇവരെല്ലാരും മോസ്റ്റ് മൾട്ടിപ്പിൾ. എക്സാമ്പിൾ ആണ് പെനിസിലിയം. പെനിസിലിയ പ്രത്യേകത പെനിസിലിൻ ആന്റിബയോട്ടിക് ഇല്ലേ, അപ്പൊ അത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആവും നമ്മുടെ ഈസ്റ്റ് സെക്കാരോമൈസിസ്. ഇപ്പൊ യൂണിസെല്ലുലാർ ആവാനും മൾട്ടിസെല്ലുലാർ ആവും. പിന്നെ ഇവര് പാരസിറ്റിക് ആവാം, കോപ്രോഫിലസ് ആവും. കോപ്രോഫിലസ് എന്ന് വെച്ചാൽ ഡങ് എന്ന് വെച്ചാൽ ഈ ഡെഡ് വേസ്റ്റ് മെറ്റീരിയൽ, വേസ്റ്റ് ഫീക്കൽ മെറ്റീരിയൽ അതിൽ ജീവിക്കുന്നവരാവാം. പിന്നെ ഇവരുടെ മൈസീലിയം സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. മറ്റേത് സീനോസൈറ്റിക് ആൻഡ് സെപ്റ്റേറ്റ് ആണ്, എന്ത് ഫൈക്കോമൈസീഡ്സ്. ഇത് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. പിന്നെയുള്ള നമ്മൾ റീപ്രൊഡക്ഷനിൽ നോക്കണം. സെക്ഷുവൽ സ്പോർസ് കൊണീഡിയ. ഇത് എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റേത് എൻഡോജീനസ്ലി. ഓൺ സ്പെഷ്യൽ മൈസീലിയം അതാണ് കൊണീഡിയോഫോഴ്സ്. എക്സോജീനസ്ലി ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സോ എൻഡോ ഇത് കൺഫ്യൂസിങ് ആണ്. അപ്പൊ എക്സോജീനസ്ലി ആണ് ഇവര് മൈസീലിയത്തിൽ ഗ്രോ ചെയ്യുന്നത്. പിന്നെ കൊണീഡിയ ജെർമിനേറ്റ് ചെയ്ത് മൈസീലിയം ഉണ്ടാക്കും. പിന്നെ സെക്ഷുവൽ സ്പോർസ് മറ്റേതിൽ സൈഗോസ്പോർ ആയിരുന്നു ഫൈക്കോമൈസീഡ്സിൽ. ഇതിലെന്താ ആസ്കോസ്പോർസ്. ആസ്കോ സാക്ക് ലൈക്ക് ആണ്. അപ്പൊ വിച്ച് ആർ പ്രൊഡ്യൂസ് എൻഡോജീനസ്ലി. അപ്പൊ സെക്ഷൽ സ്പോർസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യും, സെക്ഷൽ സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആസ്കസ് സിംഗുലർ ആണ്, ആസ്കസിൽ ഉണ്ടാവും. ഇവര് അറേഞ്ച് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ നമ്മളുടെ ഈ അഗാരിക്കസിൽ കാണുന്ന പോലെ ഫ്രൂട്ടിംഗ് ബോഡീസ്, അതിനെയാണ് നമ്മൾ പറയാ ആസ്കോ കാർപ്സ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ആസ്പെർഗില്ലസ് അല്ലെങ്കിൽ ക്ലാവിസെപ്സ് ന്യൂറോസ്പോറ. ക്ലാവിസെപ്സ് ന്യൂറോസ്പോറ അല്ലെങ്കിൽ ആസ്പെർഗില്ലസ്. ന്യൂറോസ്പോറ അതിന് ഇതൊരു ഇമ്പോർട്ടന്റ് MCQ ആണ്. ന്യൂറോസ്പോറ ഈ ബയോകെമിക്കൽ ജനറ്റിക് വർക്കിൽ എക്സ്റ്റെൻസീവ് ആയി യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തിന്നാൻ പറ്റും, മോറൽസ് ആൻഡ് ട്രഫിൾസ്. അത് ഡെലിക്കസീസ് ആയി കൺസിഡർ ചെയ്യും. അപ്പൊ ഇതൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, ഓരോ ഫംഗസ് ഏതിലൊക്കെയാ വരുന്നത്. ഇത് ഓർത്ത് വെക്കണം. അവരുടെ ഫങ്ഷൻസ്, ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, സെപ്റ്റ, മൈസീലിയം, അതൊക്കെ നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ആസ്പെർഗില്ലസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ബെസീഡിയോമൈസീഡ്സ്. ബെസീഡിയോമൈസീഡ്സ് ആണ് നമ്മൾ നോർമലി കാണുന്ന മഷ്റൂംസ് ഇല്ലേ, ബ്രാക്കറ്റ് ഫംഗസ്, അതാണ് ബെസീഡിയത്തിന് മീനിങ്. പഫ് ബോൾസ് വരും. പഫ് ബോൾസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫംഗസ്. ഇവരെല്ലാവരും സോയിലിൽ കാണാം, ലോക്സ് കാണാം, പുറത്ത് എവിടെയെങ്കിലും ഒക്കെ കാണുന്നതല്ലേ. അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയി കാണുന്നതിനാണ് റസ്റ്റ് അല്ലെങ്കിൽ സ്മട്സ് എന്ന് പറയുന്നത്. ബെസീഡിയോമൈസീഡ്സ് വിച്ച് ഗ്രോ ആസ് പാരസൈറ്റ്സ് ആണ് റസ്റ്റ് ആൻഡ് സ്മട്സ്. പിന്നെ ഇവരുടെ മൈസീലിയം പ്രത്യേകത ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ഇതൊരു കാര്യം ഓർത്ത്, മറ്റേ ആസ്കോമൈസീഡ്സ്, ബെസീഡിയോമൈസീഡ്സ്, ഡ്യൂട്രോമൈസീഡ്സ്, ഇതിന് മൊത്തം മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ആകെ ഫൈക്കോമൈസീഡ്സിനാണ് എസെപ്റ്റേറ്റ്, സീനോസൈറ്റിക്, മൈസീലിയം ഓർത്ത് വെക്കാം. പിന്നെ സെക്ഷുവൽ സ്പോർസ് ജനറലി നോട്ട് ഫൗണ്ട് ആണ് ഇതില്. പക്ഷെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ കോമൺ ആണ്. സെക്ഷുവൽ സ്പോർസ് ആർ ആബ്സെന്റ് ഇൻ ബെസീഡിയോമൈസീഡ്സ്, പക്ഷെ വെജിറ്റേറ്റീവ് ഉണ്ട്. സെക്സ് ഓർഗൻസും ആബ്സെന്റ് ആണ്.
അപ്പൊ സെക്സ് ഓർഗൻസ് ആബ്സിലാണെങ്കിൽ പ്ലാസ്മോഗമി എങ്ങനെ ഉണ്ടാവും, സെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവും, രണ്ട് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ്, രണ്ട് ഡിഫറെന്റ് സ്ട്രെയിൻസ് അവര് കൊണ്ട് ഫ്യൂസ് ആകുമ്പോഴാണ് നമ്മളുടെ സൈഗോട്ട് ഉണ്ടാവും. അപ്പൊ ഇത് റിസൾട്ടന്റ് എന്താവും, N+N സ്റ്റേജ് ആവും. അതാണ് ഡൈകാരിയോൺ. അപ്പോ കാരിയോഗമി മിയോസിസ് പിന്നെ നടക്കും, 4 ബെസിഡോസ്പോർസ് ഉണ്ടാക്കും. ബെസിഡോസ്പോർസ് എന്താ, എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസീഡിയം. മനസ്സിലായോ? ഇതെന്തായിരുന്നു, എൻഡോജീനസ്ലി ആണ് ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തത്, ബെസിഡോസ്പോർസ് എക്സോജീനസ്ലി. അപ്പൊ ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്താ പറയാ, ബെസീഡിയോ കാർപ്സും പറയും. ഇനി ഇതിന്റെ എക്സാമ്പിൾസ്, നോർമൽ നമ്മൾ മഷ്റൂം കാണാറില്ലേ, അതാണ് എഗാരിക്കസ്. അല്ലെങ്കിൽ ഉസ്റ്റിലാഗോ, സ്മട്ടിന്റെ എക്സാമ്പിൾ ഉസ്റ്റിലാഗോ, റസ്റ്റിന്റെ എക്സാമ്പിൾ പക്സീനിയ. ഇത് ഓർത്ത് വെക്കണം, ഇതാണ് നമ്മളുടെ ഗാരിക്കസ്. ബെസീഡിയോമൈസിസ്. ഈ ലാസ്റ്റ് ഫംഗസിൽ വരുന്ന ഡ്യൂട്ടീറോമൈസീറ്റ്സ്. ഇവരെ കോമൺലി നമ്മൾ എന്ത് പറയും, ഇംപെർഫെക്റ്റ് ഫംഗൈ. അല്ലെങ്കിൽ കാരണം എന്താ ഇംപെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, ഇതിന്റെ സെക്ഷൽ ഫേസസ് ഓഫ് ദീസ് ഫംഗൈ ആർ നോട്ട് നോൺ. അത് കാരണമാണ് ഇതിന് ഇംപെർഫെക്റ്റ് ഫംഗൈ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇത് ഡ്യൂട്ടീറോമൈസീറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത കുറച്ച് ഫംഗസിൽ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കണ്ടുകൊണ്ട് അവരെ ബെസീഡിയോമൈസീറ്റ്സോ ആസ്കോമൈസീറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ഇവരുടെ സെക്ഷൽ ഫോംസ് ഡിസ്കവർ ചെയ്തിട്ടില്ല. ഇതിലാകെ സെക്ഷലും വെജിറ്റേറ്റീവ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇവരുടെ ലിങ്കേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോ എന്ന് വെച്ചാൽ സെക്ഷലി കണ്ടപ്പോ അവരെ മാറ്റി. അപ്പൊ ഇവര് റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർസ്. ഇവര് കൊളീഡിയാണ് പറയാം. മൈസീലസ് വീണ്ടും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. പിന്നെ ചിലത് പാരസൈറ്റ്സ് ആവും, നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ചിലത് സാപ്രോഫൈറ്റ്സ് ആവും. ഇപ്പൊ ഡ്യൂട്ടീറോമൈസീറ്റ്സ് ആണ് ഹെൽപ്പ് ഇൻ ഡീകമ്പോസിഷൻ ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ സൈക്ലിംഗ്. ഏത് ഫംഗസ് ആണ്, ഡ്യൂട്ടീറോമൈസീറ്റ്സ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഓൾട്ടർനേരിയ, കൊളറ്റോട്രൈക്കം അല്ലെങ്കിൽ ട്രൈക്കോഡെർമ. ഇത് ഓർത്ത് വെക്കുക, ഓൾട്ടർനേരിയ, കൊളറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ. അപ്പൊ അങ്ങനെ നമ്മളുടെ കിങ്ഡം ഫംഗസ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബെസീഡിയോമൈസീറ്റ്സ്, ഡ്യൂട്ടീറോമൈസീറ്റ്സ്. അപ്പോ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഞാൻ ബാക്കി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ പഠിപ്പിക്കും. കിങ്ഡം പ്ലാന്റ്, അനിമാലിയ, വൈറസ്, വൈറോയിഡ്സ്, പിന്നെ എക്സസൈസസ്, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ്, MCQ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സും ഞാൻ പറഞ്ഞുതരാം. സോ താങ്ക് യു.